ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ? ഞാൻ ഇന്നൊരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തതും ഈ ബിരിയാണി ഉണ്ടാക്കിയതും ഒക്കെ ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു. പിന്നെ ഇന്നിപ്പോഴാണ് സമയം കിട്ടിയത് അതിനൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ തുടങ്ങിയ മട്ടൺ ബിരിയാണി പ്രിപ്പറേഷൻ ഞാൻ വൈകുന്നേരം ഡിന്നറിനാണ് അത് സെറ്റ് ചെയ്തെടുത്തത്. അങ്ങനെയല്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് രാവിലെ ഞാൻ ജോലി തുടങ്ങുന്നതിന് മുന്നേ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി. പിന്നെ കുറച്ച് നേരം പോയിരുന്ന് വർക്ക് ചെയ്തു. പിന്നെയും പോയി അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. അപ്പോൾ സവാളയൊക്കെ വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വന്ന നെയ്യിൽ നമ്മുടെ ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ കുറച്ചൊരു പരിപാടികൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മട്ടൺ എടുക്കുക, അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് അങ്ങോട്ട് ചേർക്കുക. ഞാനത് ചതച്ചെടുക്കാൻ നോക്കിയപ്പോൾ കറണ്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലോട്ട് മാറി. പിന്നെ ഇത്രയും മല്ലിപ്പൊടി ഇട്ടു. ഒരു ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്രയും കുരുമുളക് പൊടി. എരിവ് കുറച്ച് കുറഞ്ഞ് നിൽക്കാനേ പറ്റൂ, കാരണം കിച്ചു അല്ലെങ്കിൽ കഴിക്കില്ല. പിന്നെ ഞാൻ മീറ്റ് മസാല ഒരു 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ പറക്കിയെടുത്തു. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ചോറിന് അരി വേവിക്കുമ്പോൾ അതിനകത്തോട്ട് ഇടണമല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം ഇതിനകത്തോട്ട് ചേർത്തു. ഞാനൊരു 3 സവാള എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തതും പിന്നെ ഒരു പകുതി നാരങ്ങയോളം പിഴിഞ്ഞ് ചേർത്തു. പിന്നെ അതിലേക്ക് ഇത്രയും നല്ല കട്ട തൈരും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഞാനിതൊരു ഡിന്നർ ടൈം ആയപ്പോഴാണ് ബിരിയാണിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇനി അരി ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ എന്തായാലും അധികം വെന്ത് പോകാണ്ട് റെഡിയായി കിട്ടി. പിന്നെ ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മട്ടൺ ഒന്ന് വേവിക്കാൻ വെച്ചു. അതൊരു 20-25 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ മട്ടൺ സെറ്റായി വന്നിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർക്കാവുന്ന കേട്ടോ. ഞാൻ അന്നേരം പിന്നെ എരി മേടിച്ചിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പം ഒട്ടും എരിയില്ല. അപ്പം അതുകൊണ്ടൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ആ ഗ്രേവി ഞാൻ 2ആയിട്ട് മാറ്റി. എന്നിട്ട് ആദ്യത്തെ പാർട്ടിലോട്ട് കുറച്ച് ചോറ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ്. ഇത്രയേ ഉള്ളൂ. കാരണം ഇതിൽ മറ്റേ നട്ട്സും കിസ്മിസും അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചേർക്കില്ല. എല്ലാം പറക്കി മാറ്റേണ്ടി വരും. അപ്പോൾ പരിപാടി ഇത്രയേ ഉള്ളൂ. 2 സെറ്റായിട്ട് നമ്മളിങ്ങനെ ചോറും ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ കുക്കർ അടയ്ക്കുക. പിന്നെ താഴെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടാക്കും. അത് ചെറിയൊരു തീയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇത്രയും ചോറ് ബാക്കി വന്നു. 2 ഗ്ലാസ് അരി എടുത്തതിൽ ഇത്രയും കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, അങ്ങനെ വിസിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ തീയിൽ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മുടെ കുക്കർ എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഒരു 20-30 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ട് നമ്മുടെ ബിരിയാണി അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. ഇത് കിച്ചുവിൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഈ മട്ടൺ ബിരിയാണിക്ക് ഭയങ്കര അതിൻ്റെതായ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. നല്ല ഈസി അല്ലേ ഇത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മസാലകളും ഒന്നുമില്ല. നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ആഡംബരത്തിന് മുട്ടയും കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്തു. മട്ടൺ ബിരിയാണി അല്ലത്, മട്ടൺ ബിരിയാണി. പിന്നെ എന്താ മട്ടൻ ബിരിയാണിക്ക് മുട്ട എല്ലാം കണ്ണും മൂക്കും പായം വെച്ചേക്കുന്നത്. അപ്പൊ 2 മുട്ട എടുത്തോട്ടോ. നമുക്ക് 3 മുട്ട ഇട്ടോ. വേണ്ടായിരുന്നു.
അപ്പോൾ ബിരിയാണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.